സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള വായനാ മത്സരത്തിന്റെ സംസ്ഥാനതല മത്സരം ഏപ്രിൽ 25 മുതൽ 27 വരെ ധർമ്മശാലയിലെ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, 25 വയസ്സുവരെ പ്രായമുള്ളവർ, അതിനു മുകളിൽ പ്രായമുള്ളവർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ 56 മത്സരാർത്ഥികൾ പങ്കെടുക്കും. 25 വൈകുന്നേരം 4 മണിക്ക് മന്ത്രി ആർ ബിന്ദു മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ താലൂക്ക്, ജില്ല, ഓരോ ജില്ലയിൽ നിന്നും മത്സരിച്ച് 14 ജില്ലകളിൽ നിന്നുള്ളവരാണ് ഏപ്രിൽ മാസം 25, 26, 27 തീയതികളിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത്. അതിനു വേണ്ടുന്നുള്ള സ്വാഗത സംഘത്തിൻ്റെ രൂപീകരണം കഴിഞ്ഞ 1.5 മാസം മുമ്പേ അതിൻ്റെ രൂപീകരണമൊക്കെ നടന്നു. ധർമ്മശാലയിൽ വെച്ചായിരുന്നു. ആന്തൂർ മുനിസിപ്പൽ ചെയർമാനായിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി, വിപുലമായിട്ടുള്ള ഒരു ജനകീയ കമ്മിറ്റിയാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംവിധാനം അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അവിടെ 56 പേരാണ് മത്സരാർത്ഥികളായിട്ട് വരുന്നത്. അവരെ അക്കമ്പനി ചെയ്തുകൊണ്ടുള്ള രക്ഷിതാക്കൾ ഉൾപ്പെടെ 185 പേർ. അവിടെ ഒരു 100-300ഓളം പേരാണ് ഈ 3 ദിവസങ്ങളിലായി അവിടെ താമസിക്കാനും ബാക്കിയുള്ള ഈ ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കാനൊക്കെ വരുന്നത്. 25-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഈ വായനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള സി വി ബാലകൃഷ്ണൻ, ജനപ്രതിനിധികൾ ഡോക്ടർ വി ശിവദാസൻ, സന്തോഷ് കുമാർ MP, സജീവ് ജോസഫ് MLA, പി മുകുന്ദൻ, അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഉൾപ്പെടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അന്ന് 20 പേരാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്. അവർ 3 ദിവസം ഇവിടെ ഉണ്ട്. പ്രധാനികളൊക്കെ നമ്മുടെ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ ആ പരിപാടിയിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് അതിൻ്റെ തുടക്കം തന്നെ കലാമണ്ഡലം മഹേന്ദ്രൻ്റെ സംഗീതശില്പം, അതോടുകൂടിയ അങ്ങനെയാണ് ആ പരിപാടി ആരംഭിക്കുന്നത്. അന്ന് വൈകുന്നേരം 6 മണി കഴിയുമ്പോഴേക്ക് ഫോക്ലോർ അക്കാദമീൻ്റെ സഹായത്തോടു കൂടി നാടൻ പാട്ട്, ഒരു മെഗാ ഷോ അന്ന് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് കൂടി പങ്കെടുക്കാവുന്ന രീതിയിലാണ് അതൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് കോളേജിലെ സെമിനാർ ഹാളിൽ വെച്ചാണ് 750ഓളം പേർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, കഥാകാരന്മാരായ ടി പത്മനാഭൻ, എം മുകുന്ദൻ, കെ വി സുമേഷ് MLA, ഗായിക ശാന്തി പ്രിയ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. സമാപന സമ്മേളനത്തിൽ കെ സുധാകരൻ MP സമ്മാനദാനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ മുകുന്ദൻ മഠത്തിൽ, പി മുകുന്ദൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303.